മേയർ എന്നുള്ള പദവിക്ക് അവിടെ സ്ഥാനം ഉണ്ടോന്നായിട്ട് ഇല്ലെന്ന് പറയുള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. വി വി രാജേഷ് മേയർ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണെന്ന് പറയുന്നുണ്ട്. ഓരോന്നായിട്ട് പുറത്ത് കൊണ്ടുവരികയാണ്. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ വി വി രാജേഷ് എന്ന് പറയുന്ന അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ആഗ്രഹിച്ചു പോയതുപോലൊരു മേയറിന് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കും. ആര്യ പറയുന്നുണ്ട് LDF വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണാമെന്ന്. ഇപ്പം കാണാൻ ആളില്ല ഇവിടെ. ആര്യ ഇവിടെ ഇല്ല. ആര്യ എവിടെയൊന്നും പോയി ഇവിടെ ജനങ്ങൾക്ക് അറിഞ്ഞില്ല. കാരണം ഇത്രയും നല്ലൊരു മേയർ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. മേയർ ആര്യരാജനെ വെച്ച് നോക്കുമ്പോൾ അയ്യോ വേസ്റ്റാണ്. ആര്യരാജൻ അത് വെച്ച് നോക്കുമ്പോൾ ഇയാൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി നമുക്ക് ഇനി അറിയാൻ പറ്റില്ല. ഇതുപോലൊരു മേയർ ഇത്രയും വർഷത്തിന് മേയർ എന്ത് സ്ഥാനം എന്ന് അറിയണത് നമ്മളിപ്പോഴാണ്. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് പല മേയർമാരും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനം ഇന്നോളം ഉണ്ടായിട്ടില്ല. മുൻ മേയർ പക്വത വളരെ കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരുടെ ആര്യയെക്കുറിച്ച് ആര്യയിൽ കാണാനില്ല. കണ്ടായാലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഈ കോർപ്പറേഷനെ കുറിച്ച് സംസാരിച്ചു. 45 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് BJPക്ക് ഈ കോർപ്പറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ മേയർ വി വി രാജേഷിനെ കുറിച്ച് എന്താ പറയാം? പുള്ളിക്കാരനെ കുറിച്ച് എന്ത് പറയണമെന്ന് കേട്ടാലും ഒന്നും പറയാനില്ല. കാരണം ഇത്രയും നല്ലൊരു മേയർ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേയറാണ്. കാരണം ഞാൻ കോർപ്പറേഷൻ ഇലക്ഷനിൽ പുള്ളിക്കാരൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇതിനിറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു സഹകരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനാണ്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെയ്ക്കും ഈ എന്താ പറയുക, നമ്മുടെ വേറെ ഒരാൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത ആ പുള്ളിക്കാരനുണ്ട്. മേയർ എന്നുള്ള നിലയിലല്ല പുള്ളിക്കാരൻ്റെ പ്രവർത്തനം, ജനങ്ങൾക്ക് ഇടയിൽ നിന്നിട്ടുള്ള പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മേയറായിട്ട് ആ മേയർ എന്നുള്ള പദവിക്ക് അവിടെ സ്ഥാനം ഉണ്ടോന്നായിട്ട് ഇല്ലെന്ന് പറയുള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങൾക്ക് വേണ്ടി എന്ത് സംസാരിക്കാനായിട്ട് ഉണ്ട്. നമുക്ക് ഒരു സാധാരണക്കാരന് ഒരിക്കലും ഒരു മേയറെ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. സത്യം പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ കൂളായിട്ട് നിന്ന് തരും. അത്രയ്ക്ക് നല്ലൊരു മേയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുവരെ മനസ്സിലാക്കാത്ത ജനങ്ങൾ എൻ്റെ പറയും പോലെ മാറാത്തത് ഇനി മാറ്റി ചിന്തിച്ച് തന്നെ വരണം. മുൻ മേയർ നമുക്കിപ്പം അതുപോലെ ഒരു വനിതയായിരുന്നു, പ്രായക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ മുൻ മേയറിന്റെ പ്രവർത്തനത്തെ എങ്ങനെ രണ്ട് താരതമ്യം? മുൻ മേയർ പക്വത വളരെ കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അവരുടെ ഇത് വച്ചിട്ട് അവർ ജനങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. ജനങ്ങളെ ഇപ്പോഴും അവർ വെറുക്കുന്നുണ്ട്. അത് അവരുടെ കഴിവുകേടെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു മേയറായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്ത് അവരുടെ അത് ഉപയോഗപ്പെടുത്തിയില്ല. ജനങ്ങൾക്കിടയിൽ അവർ വലിയൊരു തെറ്റായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായി നല്ല അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം നമ്മളിവിടെ കൗൺസിലറായിട്ട് നിന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നോ ജയിക്കുകയും ഇതൊക്കെ ചെയ്തെങ്കിലും ജോലിക്കാരുടെ ഇടയിൽ ഇടതുപക്ഷ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. നമ്മുടെ കോർപ്പറേഷൻ്റെ അകത്ത് അവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. വി വി രാജേഷ് മേയർ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണെന്ന് പറയുന്നുണ്ട്. ജോലിക്കാരുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും കുറ്റം പറയാനൊന്നും. എങ്ങനെ ഉണ്ടായത് പഴയ മേയറും പുതിയ മേയറും? പഴയ മേയറിനെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. രാഷ്ട്രീയ പ്രവർത്തകരായവർ പോലും ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ അവഗണിക്കുകയുള്ളൂ. പിന്നെ മേളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. അല്ലാതെ അവർ ഒരു ഏകാധിപതി പോലെ, അതായത് അവരുടെ പ്രായത്തിൻ്റെതായിരിക്കാം പെരുമാറ്റം വളരെ മോശമായി. അതുകൊണ്ടാണ് 40-45 വർഷക്കാലമായി ഇടതുപക്ഷ ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻ കൈവിട്ടു പോകാൻ കാരണം. പുതിയ മേയറിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് ഇത്രയും 50 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് പല മേയർമാരും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനം ഇന്നോളം ഉണ്ടായിട്ടില്ല. ഞാൻ രാജേഷ് ജിയെ കാണാനുള്ള അവസരം വേണ്ട, എനിക്ക് ഇതുവരെ ആവശ്യമില്ലായിരുന്നു. എന്നാലും പറയുകയാണ്, എന്നും പൊതുജനങ്ങളെ കാണാനുള്ളൊരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എന്ത് ചെന്ന് പറയാനും നേരിട്ട് ചെന്ന് പറയാനും പറ്റും എന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു രോമാഞ്ചം തന്നെയാണ് ഈ ഒരു മേയറിനെ കുറിച്ച് പറയുമ്പോൾ. ഇത്രയും ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നില്ല ഒരു കോർപ്പറേഷൻ്റെ ഭരണാധികാരി അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ വന്നോ എന്ന് തന്നെ തോന്നിപ്പോവും. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ആഗ്രഹിച്ചു പോയതുപോലൊരു മേയറിന് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കും. മുൻ മേയർ അത് പറയുന്നതിനോട് നമുക്ക് ഇപ്പം നിലവിലുള്ള മേയർ നല്ലതാണ് എന്ന് പറയുന്നതാവും നല്ലത്. നമ്മൾ പുതിയ മേയർ വന്നിട്ടുണ്ട്, ആളെങ്ങനെ ഉണ്ട്?
അദ്ദേഹം വന്നല്ലേ ഉള്ളൂ. അതെ 2 മാസമായി, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തല്ലോ. പക്ഷേ അതൊന്നും ആദ്യത്തെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കുറെ കൂടി ഇരുന്നൊക്കെ ചെയ്താലേ നമുക്ക് എന്താണെന്ന് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം വന്ന ഇതിൽ കുറെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. BJP-കാരനാണ്, ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് വീട് വെക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നില്ല. എനിക്കിതാ 3 സെന്റ് സ്ഥലം കിള്ളിയിൽ കിടക്കുന്നു. എനിക്ക് അവിടെ റേഷൻ കാർഡില്ല, അവിടെ യാതൊരു ഇതുമില്ല. ഞങ്ങൾ 2 വയസ്സായ ഞങ്ങൾക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പല ഇതിലും ശ്രമിച്ചു, പക്ഷെ ഒന്നും രക്ഷയില്ല. അത് ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങനെ ഒരു കയറിക്കിടക്കാട് ഇല്ലാത്ത ഞങ്ങളെ പോലുള്ളവർക്ക് തരണം. അതാണ് അവർ വന്നാലോ വേണ്ടത്. ഞങ്ങൾക്ക് സാമ്പത്തിക മുൻ മേയർ ആര്യരാജനെ വെച്ച് നോക്കുമ്പോൾ അയ്യോ വേസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇയാള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി നമുക്ക് ഇനി അറിയാൻ പറ്റില്ല. പഴയ മേയർ ഒരു ഉപയോഗമില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് എന്തോന്ന് പറയാതിരിക്കുന്നില്ല നല്ലത്. പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവളെ കുറച്ചൊക്കെ നല്ലതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. തിരുവനന്തപുരം മേയറിനെ പറ്റി എന്താണ് പറയുന്നത്? മേയർ നല്ല അഭിപ്രായമേ ഉള്ളൂ. അതായത് ഇത്രയും വർഷം CPM-ൻ്റെ കയ്യിരുന്ന കോർപ്പറേഷൻ അത് ഇപ്പോഴേ BJP പിടിച്ചെടുത്തത് വെച്ചാൽ അതിനുശേഷമാണ് മേയർ എന്തെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. മേയർ സ്ഥാനം എന്തെന്നുള്ള കാര്യം അറിയുന്നത്, അവിടെ എന്തൊക്കെ വകുപ്പുകളുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. രാജേഷ് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ജനങ്ങൾക്ക് അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. അത് നല്ല അഭിപ്രായമുണ്ട്. അതിന് ആക്റ്റീവായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ കൂടെ ഉണ്ട് രാജേഷ്. അതിലൊരു ഡെപ്യൂട്ടി മേയറുണ്ട്. മുമ്പുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രനായപ്പം ഒരു ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇപ്പം ആർക്കും ചേർച്ചെന്ന് മേയർ എന്ന് പറയുന്നുണ്ട്. 3 മണി മുതൽ 5 മണി വരെ എൻ്റെ ഓഫീസ് 6 മണി ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ രാജേഷ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, രാജേഷിനെ പറ്റി അറിയാമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറും ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി രാജേഷ് ഇറങ്ങി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ജനങ്ങൾക്ക്. ഇനി അങ്ങോട്ട് മേയർ രാജേഷ് തന്നെ അങ്ങ് മുന്നോട്ട് പോകാനുള്ള വലിയ ആഗ്രഹമുണ്ടോ? ഇലക്ഷന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ച് വരണുണ്ട്. കാരണം പ്രധാനമന്ത്രി കൊണ്ടുവരും പറയും, അത് നടന്നു. ഈ തെരുവുനായ ശല്യം മാറ്റി തന്നു, അതെല്ലാം ക്ലിയറായി തോന്നുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മേയർ ഇത്രയും വർഷത്തിന് മേയർ എന്ത് സ്ഥാനം എന്ന് അറിയണത് നമ്മളിപ്പോഴാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷം CPM ഭരിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അത് BJP വന്നപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും BJP അതാണ് കോർപ്പറേഷൻ എന്താണെന്നുള്ള മാറ്റം വന്നത് ഇപ്പോഴാണ്. മുമ്പ് ഈ കോർപ്പറേഷൻ എന്താണെന്ന് നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴാണ് കോർപ്പറേഷൻ്റെ രീതി അതിൻ്റെ ലെവല് വന്നിട്ടുള്ള ഇപ്പോഴാണ് ഒരു സുതാര്യത വന്നു തുടങ്ങിയല്ലേ? തീർച്ചയായിട്ടും അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആര്യയെക്കുറിച്ച് ആര്യയിൽ കാണാനില്ലല്ലോ. കണ്ടായാലും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ആര്യാണ് അപ്പോൾ BJP-യുടെ ഐശ്വര്യം. തീർച്ചയായിട്ടും ആര്യ പറയുന്നുണ്ട്, LDF വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണാമെന്ന്. ഇപ്പം കാണാൻ ആളില്ല ഇവിടെ. ആര്യ ഇവിടെ ഇല്ല. ആര്യ എവിടെയൊന്നും പോലും ഇവിടെ ജനങ്ങൾക്ക് അറിഞ്ഞില്ല. നമ്മുടെ VV രാജേഷിനെ കുറിച്ച് എന്ത് പറയുന്നു? VV രാജേഷ് നല്ലൊരു മനുഷ്യനാണ്. പിന്നെ വികസനത്തിൽ ഊന്നി തന്നെയാണ് പുള്ളിയും പ്രവർത്തിക്കുന്നത്. അദ്ദേഹം കയറിയിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പറയാൻ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അത് മനുഷ്യർക്ക് പ്രയോജനപ്രദമായിട്ടും ആരെയും ദ്രോഹിക്കാതെയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പം തുടക്കം നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 5 വർഷങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉറപ്പ്. തീർച്ചയായിട്ടും ഉറപ്പാണ്. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. വികസിത തിരുവനന്തപുരം തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം കാലങ്ങളായി കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അഴിമതി തീർച്ചയായിട്ടും അഴിമതി ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ VV രാജേഷ് എന്ന് പറയുന്ന നമ്മുടെ മേയർ പുറത്തു കൊണ്ടുവരികയാണ്. ഇനിയും പുറത്തു കൊണ്ടുവരും.